ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരാഗം സീരിയലിലെ നാളത്തെ നല്ലൊരു പ്രൊമോ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ കിരൺ പറയുന്നുണ്ട്, എന്തായാലും നീ ചെയ്ത പ്രൊജക്റ്റ് ഞങ്ങൾ നോക്കിയിട്ട് ഇന്റീരിയർ വർക്കും കാര്യങ്ങളൊക്കെ കല്യാണം ചെയ്യാൻ വേണ്ടി പോവാണ്. എന്തായാലും കുറഞ്ഞ ചിലവിൽ തന്നെ അതിഗംഭീരമായിട്ടുള്ള ഒരു കൺസ്ട്രക്ഷൻ ആണ് സരിയു നീ നടത്തിയിരിക്കുന്നത്. എന്തായാലും കസ്റ്റമർ 100% സാറ്റിസ്ഫൈഡ് ആണ്. ഈ പ്രൊജക്റ്റ് കൊണ്ട് നമുക്ക് ഒരുപാട് പ്രോഫിറ്റ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അതിനൊരു പങ്ക് നിനക്കുള്ളതാ സരയു എന്ന് സരയുനോട് കിരൺ പറയാണ്. ആ ഒരു ഭാഗത്തോടെ ഇന്നത്തെ എപ്പിസോഡ് തീർന്നു കേട്ടോ. സരയു അത് കേട്ട് പറയുന്നുണ്ട്, ഓ എനിക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല കിരണേ, കാരണം ഇവിടെ ഇപ്പോൾ സാലറി തരുന്നത് നല്ല രീതിയിൽ തന്നെ എനിക്ക് സാലറി കിട്ടുന്നുണ്ട്. സത്യം പറയാൻ വേറെ ഏത് കമ്പനിയുടെ ഒരു ഒരു എഞ്ചിനീയർക്ക് കിട്ടുന്നതിന്റെ സാലറിയുടെ ഇരട്ടി സാലറിയാണ് ഇവിടെ എനിക്ക് കിട്ടുന്നത്. അത് മാത്രമല്ല, വർക്ക് കൂടുതൽ ചെയ്യണതിനനുസരിച്ച് കൂടുതൽ പ്രോഫിറ്റും കിട്ടുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇനി അതിനേക്കാളും കൂടുതലൊന്നും വേണ്ടടാ, എന്തിനാ വെറുതെ ഈ കമ്പനിക്കും അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങളൊക്കെ വേണ്ടേ. ഇങ്ങനെ കിട്ടുന്നതെല്ലാം സ്റ്റാഫിനെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് ലാഭം അതിലുള്ളത്. അതുകൊണ്ട് ഉള്ളത് മാത്രം മതി കിരണേ, അല്ലാതെ കൂടുതലൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. കല്യാണി പറയുന്നുണ്ട്, അങ്ങനെ സരിയോ, ഈ കമ്പനിയുടെ വിജയം എന്ന് പറയുന്നത് ഞാനും കിരണേട്ടനും മാത്രമല്ല ഇവിടെ ജോലി ചെയ്യുന്ന സ്റ്റാഫുകൾ കൂടിയാണ്. അപ്പൊ അവരത്രയും അധ്വാനിക്കുമ്പോൾ അവർക്ക് അതിനുള്ള പ്രതിഫലം കൊടുക്കണ്ടേ, അത്രേ വിചാരിക്കുന്നുള്ളൂ. കല്യാണി, അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് ഇറങ്ങിയാലോ? ഇറങ്ങാൻ കിരണേട്ടാ. കിരണ, നീ പോകുന്നുണ്ടോ? പോകുന്നുണ്ട്. കല്യാണിനെ ഒറ്റയ്ക്ക് എങ്ങനെയാ വിടുന്നത്? നിന്റെ അച്ഛൻ, അതായത് ബകാസുരൻ പുറത്തിറങ്ങിയിരിക്കല്ലേ. അയാളെ പേടിച്ചിട്ടൊന്നുമല്ല, എന്നാലും കഷ്ടകാല സമയോടി. ഇനി എന്തിനു സംഭവിച്ചാലോ, അതുകൊണ്ട് കല്യാണിനെ ഒറ്റയ്ക്ക് എവിടെയും വിടണ്ടെന്നാ അച്ഛൻ പറഞ്ഞിരിക്കണത്. അതെയോ? ശരി, ഞാൻ വിചാരിച്ചു കല്യാണിയാണ് പോണേന്ന്. ഇല്ല, കല്യാണിയുടെ കൂടെ ഞാനും പോകുന്നുണ്ട് എന്ന് കിരൺ പറയാണ്. അത് കേൾക്കുമ്പോൾ സരു ആകെ ഷോക്ക് ആവട്ടെ, ഈശ്വരി ഇവളും കൂടി പോകുന്നുണ്ടോ, എങ്കിലെല്ലാം തീർന്നു എന്നൊക്കെ വിചാരിക്കുകയാണ്. നീ എന്താ ആലോചിക്കണത് എന്ന് കിരൺ ചോദിക്കുമ്പോൾ, ഒന്നുമില്ലടാ. ശരി, എന്നാ എനിക്ക് കുറച്ച് പണിയുണ്ട്, എന്നാ പോയിക്കോട്ടെ. ശരി എന്ന് പറയണം. അങ്ങനെ സരിയു ക്യാബിനിലേക്ക് പോയി ഇരിക്കുകയാണ്. ഈശ്വര, കിരണും കല്യാണിയും കൂടെ ഒരുമിച്ചാണല്ലോ പോണത്. ഇനി എങ്ങാനും അച്ഛൻ കല്യാണിനെ കൊല ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവിടെ ഒളിച്ചു നിൽക്കണത്. ഇനി അച്ഛനെങ്ങാനും ഇവൻ കൊല ചെയ്യോ, എനിക്കറിയില്ല, എന്ത് സംഭവിക്കുമോ എന്തോ എന്നൊക്കെ ഇനി ആലോചിച്ചുകൊണ്ടിരിക്കെ തന്നെയാണ് രാഹുലിന്റെ കോള് സരിയുടെ മൊബൈലിലേക്ക് വരുന്നത് കേട്ടോ. അപ്പോഴേക്കും സരി ഫോൺ നോക്കുമ്പോഴേക്കും രാഹുലിന്റെ കോളാണ് വരുന്നത്. ഈശ്വര, ഈ അച്ഛനോട് ഞാൻ പറഞ്ഞതാണ് ഫോൺ വഴിയുള്ള കോണ്ടാക്ട് ഒന്നും വേണ്ടെന്ന്. പിന്നെ എന്തിനാ അച്ഛൻ ഇപ്പൊ വിളിക്കണത്? എങ്ങാനും പോലീസ് കേസോ കാര്യങ്ങളോ അയക്കുന്ന അച്ഛന്റെ ഫോൺ പോലീസുകാർ ചെക്ക് ചെയ്യും, അപ്പൊ ഞാനും കൂടി കുടുങ്ങും. അതുകൊണ്ട് ഫോണിലൂടെ വിളിക്കണ്ടെന്ന് പറഞ്ഞത്. അച്ഛൻ എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല, വീണ്ടും എന്നെ വിളിക്കുകയാണ്. ഇനിയിപ്പോ എന്താ ചെയ്യണം? ഫോൺ കുറച്ചുകൂടി സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചാലോ? സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചാൽ അവിടെ നടക്കുന്ന കാര്യങ്ങളൊന്നും അറിയില്ലല്ലോ. ഒരു കാര്യം ചെയ്യാം, എന്തായാലും കിരണും കല്യാണും 1 മണിക്കൂറിനുള്ളിൽ അവിടെ എത്തുമായിരിക്കും. ഒരു ഉച്ച കഴിയുമ്പോഴേക്ക് ആ സൈറ്റിൽ നിന്ന് പോയി നോക്കിയാലോ എന്ന് സരിയു വിചാരിക്കുകയാണ്. അല്ലെങ്കിൽ വേണ്ട, അവിടെ എന്ത് നടന്നാലും വിവരം കിട്ടുമല്ലോ. ടെൻഷനായിട്ട് വയ്യ എന്നൊക്കെ പറഞ്ഞിട്ട് സരിയു ഇങ്ങനെ ആലോചിച്ചിരിക്കാട്ടോ. ആ സമയത്ത് കിരണും കല്യാണും കൂടി ഇങ്ങനെ കുറച്ചു ദൂരെ യാത്ര ചെയ്യാണ്. കിരൺ എന്തോ ഒരു അത്യാവശ്യ കാര്യം വരുമ്പോൾ കിരൺ അങ്ങോട്ടേക്ക് മാറുന്നുണ്ട് കേട്ടോ. ആ സമയത്താണ് കല്യാണി ഒറ്റക്ക് ആ ഒരു ബിൽഡിങ്ങിനുള്ളിലേക്ക് കയറുന്നത്. അപ്പൊ രാഹുൽ വിളിച്ചത് വേറൊന്നുമല്ല സരിയുവിന്. രാവിലെ തന്നെ കല്യാണി വരുമോന്നാണ് പറഞ്ഞത്. അപ്പൊ ഇത്രയൊന്നായിട്ട് കല്യാണിനെ കണ്ടില്ലല്ലോ. അപ്പൊ കല്യാണി വരില്ലേ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് രാഹുൽ സരിയുവിനെ വിളിച്ചത്. അപ്പൊ സരിയു മൊബൈൽ എടുത്തില്ല. അപ്പൊ രാഹുലിന് മനസ്സിലാവുന്നുണ്ട് അവള് മൊബൈൽ എടുക്കാത്തതിന്റെ കാരണം. ഇനി എങ്ങനും പോലീസ് കേസോ കാര്യങ്ങളോ എന്തെങ്കിലും വരുവാണെങ്കിൽ താൻ വിളിച്ചത് അവളുടെ ഫോണിലേക്ക് വിളിച്ച പ്രശ്നമാവില്ലേ, അതുകൊണ്ടായിരിക്കും അവള് മൊബൈൽ എടുക്കാതെ. രാഹുൽ മനസ്സിലാവാണ്. രാഹുലും ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിട്ട് അവിടെ തന്നെ അങ്ങ് നിൽക്കുവാട്ടോ. ആ സമയത്താണ് നോക്കുമ്പോൾ കിരണും കല്യാണിയും കൂടി വരുന്നത് കാണുന്നത്. ഈശ്വര, ഇവനും ഉണ്ടോ? ഒരു കാര്യം ചെയ്യാം, അകത്ത് എവിടെയെങ്കിലും മാറി നിൽക്കാം. ഇവിടെ നിന്ന് ഇപ്പൊ ഒളിച്ചു രക്ഷപ്പെടാനും പറ്റില്ലല്ലോ, കാരണം കിരണും കല്യാണി ഫ്രണ്ടിൽ നിൽക്കാണ്. അതുകൊണ്ട് ഇവിടെ നിന്ന് ഓടാനും പറ്റില്ല. അതുകൊണ്ട് തന്നെ രാഹുൽ അകത്തൊരു സ്ഥലത്ത് മൂലക്ക് മാറി നിൽക്കാട്ടോ. കിരൺ പറയുന്നുണ്ട്, ഈ സൈറ്റിൽ ഞാൻ ഒരുപാട് പ്രാവശ്യം വന്നതാണ്, നീ എന്നാ കയറി നോക്ക് കല്യാണി, എന്നിട്ട് എവിടെയൊക്കെയാണ് എന്തൊക്കെയാണെന്നൊക്കെ അറിയാൻ ചെയ്യുന്നത് സെറ്റ് ചെയ്തിട്ട് തിരിച്ചു വാ. ശരി കിരണേട്ട എന്ന് പറഞ്ഞിട്ട് കല്യാണി അകത്തേക്ക് കയറാണ്. അതെല്ലാം രാഹുൽ കാണുന്നുണ്ട്. രക്ഷപ്പെട്ട് അവള് മാത്രമേ അകത്തേക്ക് കയറുന്നുള്ളൂ. ഇവിടെ കുത്തിയിട്ട് ഇവിടെ നിന്ന് ഓടി രക്ഷപ്പെടണം. കിരൺ അവളെ രക്ഷിക്കാൻ വരുന്ന മുമ്പ് തന്നെ ഓടി രക്ഷപ്പെടണം, അല്ലെങ്കിൽ ഇവിടെ അകത്തേക്ക് കയറട്ടെ. അകത്തേക്ക് കയറ്റി ഇവിടെ വായ പൊത്തിട്ട് ഇവൾക്ക് കുത്താം. കുത്തി കഴിയുമ്പോഴേക്കും ഇവള് കൊത്തുകൊണ്ട് കിടക്കുന്നത് പോലും കിരൺ അറിയില്ല. ഒരുപാട് ബ്ലഡ് പോയി കയറട്ടെ കിരൺ അറിയുള്ളൂ. അപ്പോഴേക്കുള്ള മരണം സംഭവിക്കും. എന്തായാലും കുത്താതെ പോകാൻ പറ്റില്ല. എന്റെ മോൾക്ക് ചെറിയൊരു ആശ്വാസമെങ്കിലും കൊടുത്തേ പറ്റൂ എന്ന് പറഞ്ഞിട്ട് രാഹുൽ ഏറ്റവും അറ്റത്ത് പോയി നിൽക്കാട്ടോ. കല്യാണി അവിടെ വരുമ്പോൾ അവിടെ നിന്നിട്ട് കല്യാണിയെ കുത്താൻ വേണ്ടി ഒരു മൂലക്ക് മാറി നിൽക്കുകയാണ്. അങ്ങനെ കല്യാണി അകത്തേക്ക് കയറുന്നുണ്ട്. അപ്പൊ ഓരോരോ സ്ഥലത്ത് എന്തൊക്കെയാ വെക്കേണ്ടതെന്ന് കല്യാണി കറക്റ്റ് ആയിട്ട് നോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ രാഹുൽ നിൽക്കുന്ന ആ ഒരു ഭാഗത്തേക്ക് കല്യാണി ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. രാഹുൽ ഇങ്ങനെ വലിയൊരു കത്തിയായിട്ട് ഇങ്ങനെ ഒരു മതിലിന്റെ മൂലക്ക് ഇങ്ങനെ മാറി നിൽക്കുകയാണ്. കിരൺ പുറത്തു നിന്ന് ഫോണും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കല്യാണി ഈ രാഹുലിന്റെ ആ ഒരു റൂമിന്റെ അടുത്ത് എത്തുമ്പോഴേക്കും രാഹുൽ കല്യാണിന്റെ പുറകേല് കൂടി വന്നിട്ട് വായ പൊത്തിപ്പിടിക്കുകയാണ്. കല്യാണിക്ക് ഒച്ച പോലും എടുക്കാൻ പറ്റുന്നില്ല. കല്യാണി ഇങ്ങനെ മാറ്റാൻ നോക്കുന്നുണ്ടെങ്കിൽ രാഹുലിനെ മാറ്റാൻ പോലും പറ്റുന്നില്ല, കാരണം അത്രക്ക് ബലമാണല്ലോ രാഹുലിന്.
ആണെങ്കിൽ സ്വന്തം ജീവന് വേണ്ടി പെടഞ്ഞോണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് കല്യാണി ഒരു ഒറ്റ തള്ളു തള്ളുന്നുണ്ട്. ആ സമയത്താണ് രാഹുൽ കുറച്ചൊന്ന് പുറകിലേക്ക് മാറുന്നത്. അപ്പൊ കല്യാണി നോക്കുമ്പോൾ രാഹുലിനെ കാണുന്നുണ്ട്. കിരണേട്ട എന്ന് വിളിക്കാൻ വേണ്ടി കല്യാണി ഇങ്ങനെ വായ ഇങ്ങനെ തുറക്കാൻ പോകുമ്പോഴേക്കും വേഗം തന്നെ കയ്യിലുള്ള കത്തി പിടിച്ചിട്ട് നമ്മുടെ കല്യാണിയുടെ വയറ്റിനിട്ട് കുത്താണ് രാഹുൽ കേട്ടോ. അതിനുശേഷം കല്യാണി അവിടെ കുഴഞ്ഞു വീഴുന്ന സമയത്ത് വീണ്ടും കല്യാണിയുടെ വയറ്റിനിട്ട് ഒന്നും കൂടി കുത്തിയിട്ട് ആ കത്തി കുത്തിയെടുക്കാണ്. അതിനുശേഷം അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാണ് രാഹുൽ. അപ്പോഴേക്കും അവിടെ കിരണും ഡ്രൈവറും എല്ലാവരും കൂടി വരുന്നുണ്ട്. കല്യാണിയുടെ ഒച്ച എന്തോ കേട്ട് അവിടെ വരികയാണ്. അതിനുശേഷം കല്യാണിനെ പൊക്കിയെടുത്തോണ്ട് ഹോസ്പിറ്റലിലേക്ക് പോവാട്ടോ. ഹോസ്പിറ്റലിൽ പോകുമ്പോൾ തന്നെ കല്യാണിനെ ഓപ്പറേഷൻ തിയേറ്ററിലേക്കാണ് കയറ്റുന്നത്. കിരണാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഡോക്ടറെ അടുത്ത് ഒരു കാര്യം പറഞ്ഞ ഡോക്ടറെ കാണുന്നുമില്ല. അങ്ങനെ കിരൺ കുറെ നേരം ഓപ്പറേഷൻ തിയേറ്ററിന്റെ പുറത്ത് ഇങ്ങനെ തിയേറ്ററിന്റെ പുറത്ത് കിരൺ ഇങ്ങനെ നിൽക്കാട്ടെ. അപ്പോഴേക്കും പ്രകാശനും കാർത്തികയ്ക്ക് കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ട്. അവര് ഹോസ്പിറ്റലിലേക്ക് എത്തുന്നുണ്ട്. അങ്ങനെ കല്യാണിയുടെ ഓപ്പറേഷനും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കിരണാണെങ്കിൽ പുറത്ത് ഒരു ടെൻഷനായിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഡോക്ടർ ഒന്ന് പുറത്തേക്ക് വരുന്നുണ്ട്. കിരൺ ഡോക്ടറോട് ചോദിക്കുന്നു, ഡോക്ടർ എങ്ങനെയുണ്ട് കല്യാണിക്ക്? അവർക്ക് വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ ഡോക്ടർ എന്ന് ചോദിക്കുമ്പോ ഡോക്ടർ ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. എന്താ ഡോക്ടർ ഒന്നും മിണ്ടാത്തത്? കല്യാണിക്ക് ഇപ്പൊ എങ്ങനെയുണ്ട് എന്ന് കിരൺ ചോദിക്കുമ്പോ ഡോക്ടർ പറയുന്നുണ്ട്, കല്യാണിക്ക് കുറച്ച് സീരിയസ് ആണ് കിരണ്, പറയാതിരിക്കാൻ വയ്യല്ലോ. കല്യാണിയുടെ കരളിന് മുറിഞ്ഞു പോയിട്ടുണ്ട് കരള്. അപ്പൊ അതുകൊണ്ട് പിന്നുള്ള കാര്യങ്ങളൊക്കെ കിരൺ ആലോചിക്കാലോ. അതുകൊണ്ട് പ്രാർത്ഥിക്കുക, രക്ഷപ്പെടാനുള്ള ചാൻസ് വളരെ കുറവാണ് എന്ന് കിരണിന്റെ മുഖത്ത് നോക്കി ഡോക്ടർ പറഞ്ഞിട്ട് അകത്തേക്ക് പോവാണ്. കിരണാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. കിരണാകെ ഞെട്ടി ഇരിക്കാട്ടോ, ആകെ പൊട്ടിക്കരഞ്ഞോണ്ടിരിക്കുകയാണ്. ആ സമയത്ത് അവിടെ പ്രകാശനും കാർത്തികയൊക്കെ വരുന്നുണ്ട്. പ്രകാശൻ ചോദിക്കണ്ട, എന്റെ മോൾക്ക് എന്ത് പറ്റി കിരണ? എന്റെ മോൾക്ക് എന്ത് പറ്റി? അച്ഛാ എനിക്കറിയില്ല അച്ഛാ, ഞങ്ങൾ സൈറ്റിലേക്ക് പോയതാണ്. അവൾ അകത്ത് കയറി സൈഡിൽ ഓരോരോ ഇന്റീരിയർ വർക്കിന്റെ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവൾക്ക് കുത്തുകൊള്ളുമായിരുന്നു. അവനായിരിക്കും ആ രാഹുൽ അല്ലേ? ഞാൻ കണ്ടില്ല അച്ഛാണ്, മിക്കവാറും അത് അവൻ തന്നെയായിരിക്കും. അല്ലെങ്കിൽ ആ സ്റ്റെഫിയുടെ അഗംഗപ്രസന്റെ ആൾക്കാര് അവരാരോ അണച്ച എന്ന് പറയാണ്. എന്റെ മോൾക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്? കരളിഞ്ഞ കുത്തുകൊണ്ടിട്ടുണ്ട്, കരളും മുറിവ് സംഭവിച്ചിട്ടുണ്ട്. ഈശ്വര, എന്റെ ദീപയുടെ അവസ്ഥ തന്നെയാണല്ലോ അവൾക്കും സംഭവിക്കുന്നത്. എന്റെ മോൾക്ക് രക്ഷപ്പെടാനല്ലേ, വേറെ കുഴപ്പമൊന്നുമില്ലേ? കരളിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലേ എന്റെ കരള് പോക്കാണ്, എങ്കിലും എന്റെ കരൾ വെക്കാൻ പറ്റുമെങ്കിൽ വെക്കാം, എനിക്കൊരു കുഴപ്പമില്ല കിരണേ എന്നൊക്കെ പറയാണ്. അച്ഛാ അതൊന്നും അല്ലേ ഇവിടെ, കല്യാണിയുടെ ഓപ്പറേഷൻ നടക്കണ കാര്യങ്ങളൊക്കെ വെച്ച് ഡോക്ടർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് എന്റെ മോളെ ഒന്ന് കാണാൻ പറ്റുമോ? അത് ഡോക്ടർ പറയണോ വെച്ചാ എന്നൊക്കെ പറയണ്ട. പ്രകാശൻ കല്യാണിയെ കാണാൻ വേണ്ടി ഉള്ളിലേക്ക് പോകുന്നില്ല കേട്ടോ. കല്യാണി കിടക്കുന്ന കാണുമ്പോൾ പ്രകാശൻ തകർന്നു പോവാണ്. പ്രകാശൻ മനസ്സിൽ വിചാരിക്കുകയാണ്, ഇതിന്റെ പിന്നിൽ രാഹുൽ തന്നെയാണ്, അവനാണ് ഇമ്മാതിരി പരിപാടി കാണിക്കുള്ളൂ. പരോളിന് ഇറങ്ങിയിട്ടുണ്ടല്ലോ, അവൻ ഇത് ചെയ്തത് അവൾക്ക് വേണ്ട, ആർക്ക്? ആ സരയുവിന് വേണ്ടിട്ട്. എന്റെ മോളെ വേദനിപ്പിച്ചിട്ട് അവൻ രസിക്കുന്നില്ലേ, അതുപോലെ അവന്റെ മോളെ, അത് സരയുവിന് ഇതുപോലത്തെ ഒരു കുത്ത് കിട്ടിയൊരു അവസ്ഥയിൽ കിടന്നാലേ അവൻ വേദനിക്കുള്ളൂ. ഇതുപോലെ കുത്ത് കിട്ടില്ല, അവളെ കൊന്നിട്ട് കിടക്കണം, അപ്പോഴേ അവന്റെ മനസ്സ് വേദനിക്കുള്ളൂ. അവന്റെ മനസ്സ് വേദനിച്ച് അവന്റെ മോൾക്ക് വേണ്ടി അവൻ ഓരോരോ നിമിഷം കരഞ്ഞ് ഇല്ലാതാവണം. അതിനു വേണ്ടി ഈ പ്രകാശൻ പകരം വീട്ടുക തന്നെ ചെയ്യും എന്ന് പ്രകാശൻ മനസ്സിൽ ഉറപ്പിക്കുന്ന ഭാഗമാണ് നമ്മൾ ഇനി കാണാൻ വേണ്ടി പോകുന്നത് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാൻ. ടേക്ക് കെയർ, ബൈ ബൈ.